വെൽക്കം ബാക്ക് ടു സൂപ്പർ ഡാൻസർ ജൂനിയർ 7 പവേർഡ് ബൈ കാഡ്ബറി ഓറിയോ. ഇനി നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെർഫോമൻസ് നമുക്ക് കാണാം. വേദിയിലെത്തുന്നു സപ്ത. ലെറ്റ്സ് വെൽക്കം സപ്ത. ഹായ് സപ്ത. ഹായ് ചേച്ചി. കഴിഞ്ഞ പെർഫോമൻസ് നോട്ടി ടീമിന്റെ കൂടെ അല്ലേ ഫുൾ മാർക്സ് കിട്ടി. എന്നാൽ നല്ലൊരു പെർഫോമൻസ് തന്നെയായിരുന്നു അത്. താങ്ക് യു. ഇത്തവണ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെർഫോമൻസ്. എന്തായാലും ഡ്രസ്സ് കാണുമ്പോഴേ മനസ്സിലാവും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രാജകുമാരി. അതോ ഡാൻസറാണ്? രാജകുമാരിയാണ്. എന്തായാലും കോസ്റ്റ്യൂം സൂപ്പർബ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ആ കളറൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ഓർണമെന്റ്സും എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ട് ഈ സംഭവം തന്നെ. നല്ല രസമുണ്ട്. ആൻഡ് മേക്കപ്പ് ഓൾസോ ഗുഡ്. ഏത് സോങ്ങാ മോളെ? വിരലൊന്നും മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന. ഓക്കെ, പഴയ മലയാളം സോങ് അല്ലേ? നന്നായിട്ട് ചെയ്യാട്ടോ. താങ്ക് യു. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, ആനന്ദമാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. വിരലൊന്നും മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, ആനന്ദമാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, ആനന്ദമാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, നിങ്ങളുടെ ഗാനം നിർത്തരുതേ. കാറ്റൊന്നടിച്ചാൽ കഥകളിയാടിടുന്ന കദളിത്തൈ വാഴകളെ, കദളിത്തൈ വാഴകളെ, മഴയൊന്നു വീണാൽ കളിയാട്ടം നിർത്തി മണ്ണിൽ പതിക്കരുതേ, മതിമറന്ന മണ്ണിൽ പതിക്കരുതേ. മഴയൊന്നു വീണാൽ കളിയാട്ടം നിർത്തി മണ്ണിൽ പതിക്കരുതേ, മതിമറന്ന മണ്ണിൽ പതിക്കരുതേ. വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളെ, ആനന്ദമാധുരിയിൽ ഞാൻ അലിഞ്ഞാടുമ്പോൾ ഗാനം നിർത്തരുതേ, ഗാനം നിർത്തരുതേ. മണിവീണ കമ്പികളെ, മണിവീണ കമ്പികളെ. സപ്ത, ശരിക്കൊരു വാവ് പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. സപ്ത മാത്രമല്ല, സപ്തയുടെ പഠിപ്പിച്ചവരും അതുപോലെ പാരന്റ്സ് ഒക്കെ ഒത്തിരി എഫേർട്ട് ഇടുന്നു. മനസ്സിലായി എന്ത് രസമായിട്ട് ആ സെറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കൊരു രാജകൊട്ടാരമായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ. താങ്ക് യു ചേച്ചി. ഇനി നമുക്ക് ജഡ്ജസിന്റെ കമന്റ്സിലേക്ക് കിടക്കാം അല്ലേ മാസ്റ്റർ? സപ്ത, യെസ് മാം. താങ്ക്സ് ടു യുവർ പാരൻസ്. താങ്ക് യു. അവർ വിചാരിച്ചാൽ മാത്രമേ ഇതൊക്കെ ഇവിടെ സാധിക്കുള്ളൂ അല്ലേ?
ഇത് വെറും ഡാൻസ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റപ്പൊക്കെ റെഡിയാക്കി നിനക്ക് ചെയ്തിട്ടുള്ള ഈ കോസ്റ്റ്യൂം ഡിസൈനിങ്, മേക്കപ്പ് ആയാലും ഹെഡ് ഗിയർ ആയാലും എല്ലാത്തിലും ഓരോരോ ഡീറ്റെയിലിങ്ങിലും അത്രയും എഫേർട്ട് എനിക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. വെരി അട്രാക്റ്റീവ്, താങ്ക് യു. സോ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. ആൻഡ് ഞങ്ങളുടെ കൊറിയോഗ്രാഫർ വിനീത് മാസ്റ്റർ. യെസ്. സോ വീണ്ടും സീസൺ 3 നമ്മുടെ വിനീത് മാസ്റ്ററുടെ മാജിക്കൽ ടച്ച് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട്. അതായത് ഇതിലും സെറ്റിൻ്റെ കാര്യങ്ങളായാലും ശരി, കോസ്റ്റ്യൂം ഓക്കെ, ഇതിൽ ചെറിയ ചെറിയ നീ കൈ വെക്കുന്ന പോർഷൻസൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ, അതെല്ലാം അത്രയും അക്യൂറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് മാസ്റ്റർ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് സപ്തം കൂടി എത്ര പഠിച്ചാലും അത് നിങ്ങളല്ലേ ഇവിടെ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ യു ഓൾസോ ടുക്ക് സോ മച്ച് ഓഫ് ഇൻട്രസ്റ്റ്. ഇത് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റ് വേണം. അങ്ങനെ സപ്ത 100% ഇൻവോൾവ് ആയിട്ട് വളരെ നന്നായിട്ട് ചെയ്തു സപ്ത. താങ്ക് യു. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. വാക്കുകളില്ല മോളു. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആ പഴമ നമ്മൾ വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ മാത്രമല്ല, പാട്ട് സെലക്ഷനിൽ മാത്രമല്ല, ഇതിൻ്റെ ചാലഞ്ചിങ് ആയിട്ടുള്ള വേറെ ഒരു ഭാഗം എന്ന് വെച്ചാൽ കൊറിയോഗ്രാഫിയിലും കൂടി. സോ ബ്യൂട്ടിഫുള്ളി വിനീത് മാസ്റ്റർ ഹസ് ട്രെയിൻഡ് യു. മൊത്തത്തിൽ ഇറ്റ് വാസ് സംതിങ് വെരി ഗ്രാൻഡ് ആൻഡ് അൺബിലീവബിൾ ആയിരുന്നു. നമ്മുടെ സെറ്റ് ഇപ്പോൾ അജിത പറഞ്ഞ പോലെ തന്നെ ഒരു രാജകൊട്ടാരമായി മാറിയിരിക്കുക. താങ്ക് യു മാം. ഇത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാൻ പോലും മനസ്സ് വരില്ല. അതാണ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താലോ എന്ന് തോന്നിപ്പോവും. താങ്ക്സ് ടു ദി ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്. ഹാറ്റ്സ് ഓഫ് ടു യുവർ കോസ്റ്റ്യൂം ഡിസൈനർ, മേക്കപ്പ് ടീം, മൊത്തത്തിൽ പറയണമെങ്കിൽ ദ ഹോൾ ടീം, ആൻഡ് മെയിൻലി ടു യുവർ പാരൻസ്. താങ്ക്സ് ടു ദം. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച് മാസ്റ്റർ. സിതാര ചേച്ചി. സപ്ത, യെസ് മാം. ഇനി ഞാനെന്താ പറയേണ്ടത്? വളരെ സന്തോഷം മോളെ. മോൾ ആദ്യം വീണയുമായിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു വലിയ ക്യാൻവാസിലൊരു പെയിൻറ്റിങ് പോലെ, വിശാലമായ ക്യാൻവാസിൽ നിറയെ ഒരു വലിയൊരു പിക്ചർ, നല്ല മനോഹരമായൊരു പെയിൻറ്റിങ് പോലെ തോന്നി. താങ്ക് യു മാം. കുറേ നേരം ഞാനിങ്ങനെ ആ ഫ്രില്ല് വരെ, സ്കേർട്ടിൻ്റെ അതുവരെ ഒരു നല്ല ഡിസൈനിലിട്ടിട്ട് മോളത് വീണ എടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് സ്കേർട്ട് മാറ്റി വന്നു. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ശരിക്കും പറഞ്ഞാൽ മോളെ ഇതൊരു ടീം വർക്കാണ്. മോളുടെ ഒറ്റയ്ക്കുള്ള ഒരു എഫേർട്ട് മാത്രമല്ല. ഇതിൽ കുറേ അധികം പേര് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി പറയണം. പ്രത്യേകിച്ചും ഈ സെറ്റിങ്സ് എല്ലാം ഇങ്ങനെ ചെയ്തതും എല്ലാവർക്കും ഓരോരുത്തർക്കും മോള് കടപ്പെട്ടിരിക്കുന്നു അല്ലേ. പിന്നെ എപ്പോഴും ഞാൻ ഇതിനിടയിൽ ചിന്തിച്ച് നോക്കി, ഈ പ്രോപ്പർട്ടീസ് ഒന്നും ഇല്ലാതെ മോള് ഡാൻസ് ചെയ്യുന്നത് ചിന്തിച്ച് നോക്കി. ഇതൊന്നുമില്ലാതെ ഈ സ്റ്റേജിൽ, നേരത്തെ കണ്ട സ്റ്റേജിൽ നമ്മൾ മോള് ഡാൻസ് ചെയ്യുന്നതായിട്ട് ചിന്തിച്ച് നോക്കി. അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 50% മാത്രമേ മോളുടെ ഡാൻസ് ഉള്ളൂ. ബാക്കി 50% ഒരു ഗ്രൂപ്പിൻ്റെ വർക്ക് അതിലുണ്ട് അല്ലേ. അപ്പോഴാണ് നമ്മളത് ഫുള്ളായിട്ട് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ആയത്. ഒരുപാട് കുട്ടികൾ പ്രോപ്പർട്ടീസ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ, പ്രോപ്പർട്ടീസ് വയ്ക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ട് ഇല്ലേ. ഇതുപോലെ ഹെൽപ്പ് ചെയ്യാത്ത, ഇതുപോലെ ഒരു നർത്തകിക്ക് ആവശ്യമുള്ള പ്രോപ്പർട്ടീസ് വയ്ക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത പാരൻസ് ഉണ്ടല്ലേ. അപ്പോൾ ദൈവം മോൾക്ക് ഒരുപാട് ഗിഫ്റ്റ് തന്നിരിക്കുന്നു. ആ കാര്യത്തിലൊക്കെ നല്ലൊരു പേരൻസ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാർ കൂടെ ഉണ്ടല്ലേ. And ma'am, I'm very lucky to have such a great parent. ഓ സത്യം മോളെ, പാരൻസിനും പ്രത്യേക നന്ദി പറയാം അല്ലേ. എന്തായാലും നന്നായി മോളെ, നന്നായി വരട്ടെ. ഇനി വീണ്ടും ഇതുപോലെ അടുത്ത പെർഫോമൻസിന് വേണ്ടി എനിക്ക് കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച് ചേച്ചി. അപ്പോൾ സപ്ത, നല്ല കമന്റ്സ് അല്ലേ ജഡ്ജസ് പറഞ്ഞിരിക്കുന്നത്. Today my parents are and my family are dressed in black and white.
Oh, They have come to support me. black and white റൗണ്ടിൽ പാരന്റ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അറ്റയറിലാണ് വന്നിരിക്കുന്നല്ലേ? And my nanny has come too. നാനി, ഇത്രയും എഫേർട്ട് എടുത്ത് അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോസ്റ്റ്യൂമിൽ വന്നതല്ലേ, സ്റ്റേജിലേക്ക് വിളിച്ചാലോ? എല്ലാവരും പ്രേക്ഷകർ എല്ലാവരും കാണണ്ടേ? പ്ലീസ്. മോക്ക് വേണ്ടിട്ട് ഇത്രയും എഫേർട്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. സത്യയുടെ സിസ്റ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവർക്കൊരു ക്ലാപ്പ് കൊടുക്കാം അല്ലേ? താങ്ക് യു സോ മച്ച്, ഇത്രയധികം എഫേർട്ട് എടുത്ത് ഇത്രയും നല്ലൊരു സെറ്റ് ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ഒരുക്കി തന്നതിന്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ രാമേട്ടൻ്റെ ഐഡിയ ആയിരുന്നു എല്ലാവരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്രസ്സ് ഇടാന്നുള്ളത്. അപ്പോൾ തന്നെ എൻ്റെ അനീത്തി ഇതെല്ലാം റെഡിയാക്കി തന്ന, കാരണം ഞങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുൾ ആർട്ട് വർക്കും കൊറിയോഗ്രാഫി, കോസ്റ്റ്യൂം, എവറിത്തിങ് ഡിസൈൻ ബൈ വിനീത് മാസ്റ്ററാണ്. അതിൽ ആർട്ട് വർക്ക് തിരുവനന്തപുരത്തുള്ള ഒരു ചേട്ടനാണ്, എനിക്ക് പേര് പോലും അറിയില്ല. അപ്പോൾ അവർക്ക് എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നന്നായി കളിച്ചതിന് ഈശ്വരനോടും. ഞങ്ങൾക്കൊരു ഡ്രീമായിരുന്നു അവൾ നന്നായി കളിക്കണം എന്നാണ്. താങ്ക് യു. എന്തായാലും എല്ലാ കാര്യങ്ങളും ഒത്തു വന്നിരിക്കുകയാണ് അല്ലേ? എന്തായാലും ഇതുവരെയുള്ള നമ്മളിപ്പോൾ കണ്ട പെർഫോമൻസിൽ ആദ്യമായിട്ടാണ് പാരൻസ് സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പം സപ്തയുടെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പം ഇവരുടെയൊക്കെ പ്രസൻസിൽ തന്നെ നമുക്ക് മാർക്സ് അറിയാം അല്ലേ മാസ്റ്റർ? ഇറ്റ്സ് ഓണർ ഫോർ മീ. ഒരു എല്ലാവരുടെ മുന്നിൽ ഒരു നല്ല മാർക്ക് പറയാനുള്ള ഒരു അവസരം. 10 on 10. 10 on 10. താങ്ക് യു മാസ്റ്റർ. ആൻഡ് സിതാര ചേച്ചി? സപ്ത തീർച്ചയായിട്ടും 10 തന്നെയാണ്. 10 on 10 again. So Sapta got full marks. 20 മാർക്ക് നേടിയിരിക്കുകയാണ്. ഇത് പകുതി സപ്തയ്ക്കുള്ളൂ, ബാക്കി ഇവർക്കും മാസ്റ്ററിനൊക്കെയാണ്. എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. Thank you. ഇനി എത്ര പെർഫോമൻസ് ഉണ്ട്? 3 more അല്ലേ? 3 more. ഇനി വരുന്ന പെർഫോമൻസിലെല്ലാം തന്നെ ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി വെരി ബെസ്റ്റ് സപ്ത. താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു. സപ്തയുടെ നല്ലൊരു പെർഫോമൻസ് നമ്മൾ കണ്ടു. ഷി ഗോട്ട് 20 on 20. ഇനി അടുത്ത പെർഫോമൻസിന് വേണ്ടി അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കണം. സോ വി ആർ സൈനിങ് ഓഫ് ഫ്രം സൂപ്പർ ഡാൻസർ ജൂനിയർ 7 പവർഡ് ബൈ കാഡ്രി ഒറിയോ.